തെരുവുനായ വിമുക്ത കേരളം സിന്ദാബാദ്. തെരുവുനായ വിമുക്ത കേരളം സിന്ദാബാദ്. അണിചേരൂ അണിചേരൂ, ജനരക്ഷയ്ക്കായി അണിചേരൂ. അണിചേരൂ അണിചേരൂ, ജനരക്ഷയ്ക്കായി അണിചേരൂ. സിന്ദാബാദ് സിന്ദാബാദ്. ജനരക്ഷാ വിമോചന സമരം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. ജനരക്ഷാ വിമോചന സമരം സിന്ദാബാദ്. നടപ്പിലാക്കൂ നടപ്പിലാക്കൂ, നടപ്പിലാക്കൂ നടപ്പിലാക്കൂ. ജനരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കൂ. തെരുവുനായ ആക്രമണങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനരക്ഷയ്ക്കായി വിമോചന സമരത്തിന് തുടക്കം കുറിച്ചു. ജനസേവ തെരുവുനായ കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിച്ച സമരപ്രഖ്യാപനം ജസ്റ്റിസ് പി കെ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായിട്ടുള്ള വിമോചനമാണ്. ആ വിമോചനം ലഭിക്കണമെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ. 2024 തന്നെ ഏകദേശം 37 ലക്ഷം ആളുകളെ തിരുനാൾ കടിച്ചു. 54 മരണം ഉണ്ടായി എന്ന സ്ഥിതിവിവര കണക്കുകൾ നമ്മൾ കാണിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടത് ബ്രഹ്മപുരത്ത് 30 കൂടുകൾ ഉണ്ടാക്കി ആ കൂട്ടിലേക്ക് നായ്ക്കളെ കയറ്റി അവരെ വഞ്ചകരിച്ച് കാട്ടിൽ പോയി വിടുക എന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഗവൺമെന്റിന്റെ തലയിലുള്ളത് എന്ന് മനസ്സിലാക്കി. തെരുവുനായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ മനുഷ്യാവകാശ, സാമൂഹ്യ, കലാ, കായിക, സാംസ്കാരിക, PTA സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെയാണ് സമരപ്രഖ്യാപനം നടത്തിയത്. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി അധ്യക്ഷത വഹിച്ചു. ആ ഓർഡറിന് വേക്കൻസി കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ രംഗത്ത് വന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്റെ സ്നേഹിതനും കൂടിയാണ്, മനസ്സിൽ സ്നേഹിതൻ, ആരും നേടിക്കണ്ടല്ല, ഞാൻ ആരാധിക്കുന്ന ഒരാളാക്കിയാണ്. അദ്ദേഹം പറയുകയാണ് ഈ ഓർഡർ ശരിയല്ല, തെരുവുപട്ടികളെ അങ്ങനെ ഷട്ടറാക്കാൻ പറ്റില്ല, അവർക്കും ഇവിടെ ജീവിതം വേണമെന്നൊക്കെ പറഞ്ഞുള്ള ഏതൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. വാർത്തകളാണ്, നേരിട്ട് കണ്ടതല്ല കേട്ടോ. അത് തെറ്റായിപ്പോയി, അത് വളരെ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ BJPയും കോൺഗ്രസുമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാര്. അവർ രണ്ടു കൂട്ടരും തെരുവുപട്ടി സ്നേഹികളുടെ കൂടെ പോയിരിക്കുക. ഇനി ആരുണ്ട് ഇവിടെ? നമ്മളെ പോലെ കുറെ പാവങ്ങളാണ് രംഗത്ത് വരുന്നത്. CBSE സ്കൂൾ മാനേജ്മെന്റ് സംഘടനകളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ ആമുഖ പ്രഭാഷണവും എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷജിൽ കുമാർ മുഖ്യപ്രഭാഷണവും ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ വിഷയാവതരണവും നടത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സിനിമാ താരം കൊച്ചു പ്രദീപ്, ഫാദർ ജോയ് പ്ലാക്കൽ, ബെന്നി ജോസഫ്, അബ്ദുൾ അസീസ്, ജോബി തോമസ്, സാബു ജോസ്, കുമ്പളം രവി, KP ആൽബർട്ട്, കുരുവിള മാത്യു, സൈമൺ ഇടപ്പള്ളി, ജോസഫ് പുതുശ്ശേരി, ജാവൻ ചാക്കോ, ഡൊമിനിക് ചാണ്ടി, JJ കുറ്റിക്കാട്ട്, ജോജോ മനക്കിൽ, PM അസൈനാർ, ഗഫൂർ എളമന, PK മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരാറ്. ഇപ്പോഴൊക്കെ മൊത്തം പട്ടികളും ഒരുപാട് തവണ ആക്രമിക്കാനൊക്കെ വന്നിട്ട് ഓട്ടോക്കാരൊക്കെ നമ്മളെ രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ ഒരു നില തുറന്നു പോയി കഴിഞ്ഞാൽ ഈ തവണ ഓണത്തിന് മാവേലി വന്നാലും പട്ടി പിടിച്ച് കടിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്വന്തം ജീവനേക്കാളും സ്വന്തം മക്കളെക്കാളും വലുതല്ല ഒരു തെരുവ് പട്ടി. അതെല്ലാവരും മനസ്സിലാക്കണം. ഇത്രയും പെട്ടെന്ന് വീട്ടുകാരെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണം. എന്തായാലും ഇനിയും ജനസേവയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ ശക്തമായ പിന്തുണയുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ആരും തന്നെ രംഗത്ത് വരാത്തത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ എപ്പോഴുണ്ട്.
ഇപ്പോൾ SFI എന്ന് പറയുന്ന സംഘടന, ഇത്രയും വലിയ സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നുണ്ട് SFI എന്ന് പറയുന്നത്. ഈ സംഘടന എന്തെല്ലാം കാര്യങ്ങൾ ഇറക്കി തിരിച്ചു അവിടെയെല്ലാം വിപ്ലവം സൃഷ്ടിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ്. അത്രയ്ക്കും വലിയ സംഘടന ഈ രംഗത്ത് വന്നാല് നമ്മുടെ കേരളം, ഈ കൊച്ചു കേരളം ഇന്ത്യക്ക് മാതൃകയാക്കിക്കൊണ്ട് തെരുവ് പട്ടികളെ മുഴുവനും ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ അതിശക്തിയുള്ള സംഘടനയാണ് SFI. എന്തുകൊണ്ട് വരുന്നില്ല? മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയണം. അതുകൊണ്ടിപ്പോ തന്നെ DYFI എന്ന സംഘടന, യൂത്ത് സംഘടന, അവരെന്താ മിണ്ടാത്ത? അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഇനി അടുത്ത തവണ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിപ്ലവ പാർട്ടികളായ അതിശക്തരായ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് തെരുവ് പട്ടികൾ കടിക്കുമ്പോൾ രംഗത്ത് വരാത്തത്? എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങള്? അതുപോലെ തന്നെ KSU എന്ന് പറയുന്ന വിപ്ലവ പാർട്ടികൾ എവിടെ പോയി? അപ്പൊ KSU ഇല്ല, SFI ഇല്ല, DYFI ഇല്ല, യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല. പിന്നെ വേറെ കൂട്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് BJPയുടെ ആൾക്കാരാണ്. BJPയുടെ ആൾക്കാർ ആരൊക്കെയാണ്? യുവമോർച്ചയുണ്ട്, പിന്നെ ABVP എന്ന സംഘടനയൊക്കെ ഉണ്ട്. അവരൊന്നും വരുന്നില്ല, അവരൊന്നും വരില്ല. കാരണം മേനകാഗാന്ധി തെരുവ് പട്ടികളുടെ അംബാസിഡർ ആയതുകൊണ്ട് അവർ വരാൻ പറ്റില്ല. ഏതായാലും അവരെ കുറ്റം പറയുന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നു, BJPക്ക് കേരളത്തിൽ ഒരു ചാൻസ് കിട്ടണമെങ്കിൽ BJPയുടെ ഉന്നതരായ നേതാക്കന്മാർ ഇതാ ഒരു സുവർണാവസരം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് കേരളം ഭരിക്കാൻ സാധിക്കും. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. മേനകാഗാന്ധിയുടെ ഈ തെരുവുനായ സ്നേഹം എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും തെരുവ് നായകളിൽ നിന്നും കരയേൽക്കാതെ രക്ഷിക്കണം. അതിന് BJPക്കാർ റെഡിയാണ് എന്നൊരു പത്രപ്രവർത്തനം നടത്താൻ പറ്റുമോ നേതാക്കന്മാർക്ക്? ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു സമര പരിപാടി ഇതൊരു സൂചനയാണ്. അത് കൂടുതൽ വലിയ ബൃഹത്തായ മഹത്തായ വലിയ ഒരു സംരംഭമായി ഇത് വളരും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ മലയാള മനോരമ എന്നുള്ള നിലയിലല്ല, ഇവിടെ എറണാകുളം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ വന്നതാണ്. മാധ്യമങ്ങളെല്ലാം പൊതുവെ സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ശ്രീ മാവേലി ചേട്ടൻ പറഞ്ഞ പോലെ വളരെ വിപ്ലവകരമായി തന്നെ ഇടപെടുന്നുണ്ട് എന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും ഒക്കെ ഈ കടിച്ച് കീറാൻ വരുന്ന ചോര പുരണ്ട പല്ലുകളുള്ള പട്ടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പത്രങ്ങളിൽ വളരെ സജീവമായി ഈ വിഷയം നിലനിർത്തുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ ഈ ഇത്തരം സംരംഭങ്ങൾക്കും സമരങ്ങൾക്കും എറണാകുളത്തെ മീഡിയ ഫ്രട്ടേണിറ്റിയുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും അകറ്റണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. എത്രയോ ലക്ഷങ്ങളാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിലായിരിക്കുക, മരണം വരെ സംഭവിച്ച സംഭവങ്ങള് നിരവധിയാണല്ലോ. അതുകൊണ്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച് സന്നദ്ധ സംഘടനകളുടെ സമുദ്രങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാവുകയും ഈ തെരുവ് നായ്ക്കളെ ഈ നാട്ടിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ടുള്ള പദ്ധതികള് ഒരുപക്ഷെ നിയമനിർമ്മാണം തന്നെ നടത്തിക്കൊണ്ട് തെരുവ് നായ്ക്കളെ ഈ നാട്ടിൽ നിന്നും അകറ്റുവാനായിട്ട്, പൊതുസ്ഥലങ്ങളിൽ നിന്നും അകറ്റുവാനായിട്ട് ഉള്ള ഈ പരിശ്രമത്തില് ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എന്റെ ഈ മനോഭാവം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ധാരാളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അലഞ്ഞു നടക്കുന്ന പട്ടികളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആൻഡമാൻ ദ്വീപിൽ മാത്രമാണ് കുറെ പട്ടികളെ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്കൊക്കെ വലിയ ഒരു പേടി സ്വപ്നമായിട്ടാണ് തെരുവ് പട്ടികള് അലഞ്ഞു നടക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയുണ്ടെങ്കിൽ, സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയുണ്ടെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം. നിങ്ങളുടെ ഈ സംരംഭത്തില് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അംഗീകരിക്കാൻ ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇതുപോലെ ധാരാളം മൗലികാവകാശങ്ങൾക്ക് വേണ്ടി കോടതികളിലും സുപ്രീം കോടതി വരെ വാദിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഇതുപോലുള്ള
മനുഷ്യ സ്വാതന്ത്ര്യത്തെ വേണ്ട വിധം അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ജുഡീഷ്യറി മനസ്സിലാക്കാത്തതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ നാം തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സമരം ഒരു വിമോചന സമരമല്ല, ഒന്നിൽ നിന്ന് വിമോചനമല്ല, നമ്മുടെ മൗലിക അവകാശമാണ്, ജീവിക്കാനുള്ള മൗലിക അവകാശമാണ്. പേടിക്കാതെ തെരുവിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം.